ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സൾട്ടീസിലോട് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നമാതിരി സ്വിറ്റ്സർലാൻഡിൻ്റെ എല്ലാ കളികളുമാണ്. അപ്പോൾ ഞാനിന്ന് ചാമ്പ്യൻസ് ലീഗ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഓപ്പൺ ആക്കിയാൽ ഫസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഫസ്റ്റ് ചെയ്ത ടീമിനാണ് ചാമ്പ്യൻസ് ലീഗിൽ എടുക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ കറക്റ്റായി പറയണം. അപ്പോൾ നമുക്കിത് ആദ്യം നോക്കാം. കളി ശരിയാണ്, നമ്മൾ പെരുപ്പാണ് ഓപ്പണാക്കി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഓപ്പണാക്കി വെച്ചാൽ കളി ഫുൾ ഇതൊന്ന് ഫുള്ളാകണം. നൂറായി ഇതൊന്ന് ഫുള്ളാകണം. ഇവിടെ പല പല സൗണ്ട് ഉണ്ടാകും, കാരണം ഇവിടെ പണി നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പല സ്ഥലത്തേക്കും മാറി നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ പല പല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവർക്കാണ് കിക്ക്. നമ്മുടെ സ്കൂളും അവരുടെ സ്കൂളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പോൾ നമുക്ക് നോക്കാം ആർക്ക് ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. എനിക്ക് ലൈവ് ഇടണമെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആവണം. 41 ആയിട്ടുള്ളൂ. 50 സബ്സ്ക്രൈബേഴ്സിന് ഇനി വെറും 9 എണ്ണം മാത്രം ദൂരം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്, നല്ല വാസനയുണ്ട് ഗൈസ്. അടിപൊളി ഗോൾ വരാനുള്ള സമയമായിരിക്കണം. ഞാൻ പറയണു, ഞാൻ മനസ്സിനെ പറയണു, ഞാനിപ്പോൾ ഒരു ഗോൾ അടിക്കുന്നു ഗൈസ്. അതേ ഗോൾ അടിക്കും. മനസ്സ് പറയണ സംഭവിച്ചാൽ മതി. അത്രയ്ക്ക് അടിപൊളി ട്രിപ്പിളിങ്ങാണ്. അടിപൊളി ട്രിപ്പിളിങ് തന്നെയാണ്. നല്ല പാസും ഒക്കെ ഗോളൊക്കെ അടിക്ക് ഗൈസ്. തർത്തു ഗോൾ ഗൈസ്. ഗോൾ ഒന്നും പറയില്ല ഗൈസ്. ഗോൾ സൂപ്പർ. അപ്പോൾ ആളാച്ചിട്ടുണ്ട്. സേവ് കൊടുക്ക് ഗോളാണല്ലോ. അത് തടുത്തുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഞാൻ തോപ്പാണ് ഇപ്പോഴാണ് സേവ് കൊടുക്കണേ. സോറി ഗൈസ്, ക്ഷമിക്കണം. സേവ് കൊടുക്കുക ഞാൻ പ്ലേസിനെല്ലാവരും നോക്കുമായിരുന്നു. ക്ഷമിക്കണം. സേവ് എടുക്കുക എന്ന് ഞാനിങ്ങനെ പറയുന്ന പക്ഷെ നടക്കണ്ടേ. സേവ് നിൽക്കുമ്പോൾ അത് പ്ലേസ് കറക്റ്റിംഗ് എന്ന് കാണിക്കുമായിരുന്നു. പ്ലേസിന് എല്ലാവരും ഇതൊന്നും നോക്കി. അപ്പോൾ അത് കാണിച്ചില്ല ഗായ്സ്. രണ്ടാമത്തെ ഗോളി നിങ്ങൾ ക്ലിയറായി കണ്ടോളി. കാരണം ഞാൻ രണ്ടാമത്തെ ഗോളി ഒന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ പ്ലെയറിനിട്ട് നന്നായിന്നാണ് എനിക്ക് തോന്നുന്നത് ഗായ്സ്. കാരണം കണ്ടില്ലേ, അവിടേക്ക് നല്ല ത്രൂവായി. കീപ്പർ ഒന്നും ചെയ്തില്ല. പോസ്റ്റ് കടിച്ചു ഗോള് ഗായ്സ്. ഇനി മൂഡ് പോയി ഗൈസ്. ഇനി അവരെ പോസ്റ്റ് അടിക്കണം. അപ്പോൾ ചെക്കന്മാർ കരയൂലേ, സ്വിറ്റ്സർലാൻഡ് ചെക്കന്മാർ കരയൂലേ. എന്നെ അടിക്കണ്ട എന്നാണ് ഞാൻ അടിക്കാൻ അവസരം കിട്ടിയാൽ അത്രയ്ക്ക് നല്ല അവസരം കിട്ടാച്ചാൽ ഞാൻ അടിക്കും. ഫ്രീ കിക്കുകളൊക്കെ ആണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് എടുക്കുമ്പോൾ ഗോളാവില്ല. എനിക്കറിയാം ഇവർ ഈ അവസരം ഗോളാവോ. സ്വിറ്റ്സർലാൻഡത്തെ കീപ്പർ വെറുതെ അല്ല, സോമറാണ് കേസ്. നിർത്തിക്കണ ചെറിയൊരുത്തനൊന്നുമില്ല. അടിപൊളി പാസ് തന്നെയാണ് തോന്നുന്നു ഗൈസ്. അത് കട്ട് ചെയ്ത് കൊണ്ടു റെയിൻബോ സ്കില്ല് കിട്ടുന്നുണ്ട്. ആ സ്കില്ല് കൂടാവും, കാരണം അവിടെ ഞാൻ അറിയാതിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഫൗൾ ഗൈസ്. ഫ്രീ കിക്ക്. ഈ ഫ്രീ കിക്ക് എന്തായാലും അടിപൊളി ഫ്രീ കിക്ക്. കാരണം ഔ ഗൈസ്, എന്താണ് അവിടെ ഉണ്ടായത്. ആ കീപ്പർ എന്ത് തേങ്ങണ മൂടാ കാട്ടിയത്. എന്ത് തേങ്ങണ മൂട്. കീപ്പർ ഒന്നല്ല സേവ് ചെയ്ത് വേറൊന്ന് തട്ടുപോകുന്നത്. കീപ്പറൊന്നും തട്ടുകയല്ലേ ഗൈസ്. തട്ടാനൊക്കെ അവന് 2ാം ജന്മം ചെയ്യണം. അജയ് സാധനമാണ്. ഞാനൊക്കെ ആണെങ്കിൽ തട്ടും, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് അജയ് സാധനമാണ് ഗൈസ് വന്നത്. പക്ഷേ ആള് ഒന്നും പറയില്ല ഗൈസ്, ഒന്നും പറയില്ല. കീപ്പറിനെ പിടിച്ച് കൂട്ടാൻ തോന്നുന്നു ഗൈസ്. കീപ്പർ എന്താ ചെയ്യാതാ ശരി. ആ അടിച്ചോനെ പിടിച്ച് ഉമ്മക്കാൻ തോന്നുന്നു ഗൈസ്. ഒച്ചാതി കാട്ടിൽ. അപ്പോൾ സന്തോഷം കൊണ്ട് നിൽക്കുന്നു. പക്ഷേ അത് ഗോളായില്ല എന്നുള്ള സങ്കടം മാത്രമുള്ളൂ ഗൈസ്. ഇപ്പോൾ അന്ന് വെർച്വൽ വാൻഡേക്ക് അടിച്ചിട്ട് പുറത്തേക്ക് പോയത്, പിന്നെ ഗോളായി. മറ്റൂന് ഗോളാക്കി. അപ്പോൾ വെർച്വൽ വാൻഡേക്ക് സങ്കടം ഉണ്ടായത്. ഇത് അടിച്ചിട്ട് എന്നിട്ട് ഗോളായപ്പോൾ സന്തോഷമുണ്ട്. ഇത് അടിച്ചിട്ട് പോയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഇങ്ങനെ പോലെ ഒന്ന് അടിച്ചു. പക്ഷെ ബാറും കൊണ്ടപ്പോൾ നല്ല സങ്കടമായി ഗൈസ്. സന്തോഷമുണ്ട്. നല്ല ട്രിപ്പിളിങ് പാസ് കിട്ടി. അടി ഷേ ഗൈസ്. ഞാൻ ഉള്ളിൽ കയറിപ്പോയി. ഞാനറിയാം സ്പീഡുമേ നോക്കി ഷോട്ട് എടുക്കുന്നു. കൊടുത്ത് രണ്ടാമത് ഷോട്ട് എടുത്തു. രണ്ടാമത് ഷോട്ട് കൊടുക്കുന്നുണ്ട്. അതും തോന്നി ഗൈസ്. കുഴപ്പമില്ല. അടിപൊളി കളിച്ച ടീം തന്നെയാണ് ഞങ്ങൾ ഗൈസ്. മറികടന്ന് പോടാ. ടാക്ക് ഗൈസ്. വൻമതിൽ. ഇവിടെ പെപ്പ രൂപനാണെങ്കിൽ പോർച്ചുഗലിൽ ഇവർ രണ്ടുപേരാണ് സ്വിറ്റ്സർലാൻഡിൽ. ഈ സീസണിൽ ഈ ഗെയിമിൽ ഞങ്ങളെ എടുക്കുക ബാക്ക് എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഗൈസ് 2 പേരാണ്. ആ 2 പേരുണ്ടാകുമ്പോഴും ആ ഒറ്റ ബാക്ക് മാത്രം അവരെ കൂട്ടാൻ
സുഖത്തി എടുത്തില്ല, ഫോള് പോലും ആക്കിയില്ല അവന്. അത് അവൻ്റെ കഴിവ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഗൈസ് നിങ്ങൾ ആരുടെ കഴിവാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരുടെ കഴിവാണെന്നാണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ എന്ത് കാട്ടാനാ, ഞാൻ ടോപ്പാണ്. ഈ ടീം ടോപ്പാണ് ഞാൻ കാണിച്ചു കൊടുത്തു ഗൈസ്. അത്രക്ക് അടിപൊളി ടീമാണ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. അടിപൊളി ഗോൾ, അടിപൊളി മൊമെൻറ്റ്സ്, എല്ലാത്തും അടിപൊളി. ടാക്കിൾ ഗൈസ്, ടാക്കിൾ ചെയ്തെല്ലാതും പോകാനുള്ളൂ. എല്ലാത്തേക്കും ടാക്കിൾ ചെയ്ത് പോകണ്ട ഗൈസ്. ഞാൻ തന്നെ എന്തിലെ രാജാവ് ഗൈസ്, ഞാൻ തന്നെയാണ്. ആ ഡിഫൻഡറാണ് രാജാവ്. ആ ഗോളെങ്ങാനും വീണ ആ ടീമൊക്കെ കഴിഞ്ഞ് പോയി. സോമറിന് എപ്പോഴും ഉള്ളാണ്ട് ഗൈസ് ഇത് പന്തെടുക്കൂല. ആ പന്ത് വരുമ്പോൾ ഇങ്ങനെ നോക്കി വെക്കും, പന്തെടുക്കൂല. ഓഫ് സൈഡ് ആയിട്ടാണ് ഗൈസ്, സോറി, ഞാൻ ഓഫ് സൈഡാണെന്ന് ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല, ഓഫ് സൈഡ്. വേടാ 10 ഗോളൊക്കെ. അയ്യോ, ഇവിടെയുള്ള ഡിഫൻഡറുകളാണ് മാതിരി അവിടെ ഡിഫൻഡറുണ്ട് ഗൈസ്. അപ്പോൾ അത് വലിയ കാര്യം അങ്ങനെ തന്നെ. അയ്യോ കുഴപ്പമില്ല, അടിച്ചുവിട്ടു ഗൈസ്, അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താവണുണ്ടാവുക. കളി അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം. 87. ഇപ്പോൾ ഇതാ ഒരു അറ്റാക്ക് പോകുന്നു, 3ാമത്തെ ഗോൾ അടിക്കാൻ. പക്ഷെ അത് ഗോളോ എന്ന് നമുക്കറിയില്ല. 89 ഗൈസ്, സോറി ഗൈസ്, അവരെ കളിക്കാൻ അറിയാതെ ഏതോ ടീം. 1 മിനിറ്റ് ഇപ്പോൾ കളിയും കളിയും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങളാരും മറക്കണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു പോകും. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേനും എല്ലാവർക്കും ബൈ. Sound the alarm, I'm coming up. We'll have